ഈ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ഒരു മുസ്ലിം മതപണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേര് AP അബൂബക്കർ മുസ്ലിയാർ എന്നാണ്. കാന്തപുരം AP ഉസ്താദ് എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇപ്പോൾ 94 വയസ്സുണ്ട്. അദ്ദേഹം നരേന്ദ്രമോദിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം വരുന്ന കൂടിക്കാഴ്ചയായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വീൽ ചെയറിലാണ്. കാരണം അദ്ദേഹത്തിന് 94 വയസ്സുണ്ട്. അദ്ദേഹം വലിയ ശാരീരിക അസ്വസ്ഥതകളുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരു വീൽ ചെയറിലിരിക്കുകയും നരേന്ദ്രമോദി കൈപിടിച്ചുകൊണ്ട് നടക്കുകയും വളരെ ഊഷ്മളമായി രണ്ടുപേരുടെയും മുഖത്ത് ചിരിക്കുകയും സ്നേഹത്തോടുകൂടി സംവദിക്കുകയൊക്കെ ചെയ്യുന്ന ചിത്രങ്ങളൊക്കെ തന്നെ PMO ഓഫീസ് തന്നെ പുറത്തു വിട്ടിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ കേരളീയരെല്ലാം കണ്ടിരുന്നു. ആ കണ്ടതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ AP അബൂബക്കർ മുസ്ലിയാർ ന്യൂസ് 18 ഒരു ഇൻ്റർവ്യൂ കൂടി കൊടുത്തിരുന്നു. ആ കൊടുത്തപ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വലിയ തോതിലുള്ള വിവേചനമൊന്നും അനുഭവിക്കുന്നില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള നിലക്കുള്ള ചില പ്രസ്താവനകൾ അതിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് കൊടുത്തതോടുകൂടി കേരളത്തിൽ വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. ആ വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും വീഡിയോ എടുക്കുന്നത്. കാരണം അതിൽ മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അദ്ദേഹം നരേന്ദ്രമോദിയെ കാണുകയും വളരെ ഊഷ്മളമായൊരു സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ശേഷം പുറത്തു വന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു അഭിപ്രായമൊന്നും നടത്താൻ സാധ്യതയില്ല. അതിലൊന്നും വലിയ അത്ഭുതമില്ല. പക്ഷേ ചില ആളുകളൊക്കെ തന്നെ ഇത് മുസ്ലിം സമുദായത്തെ തന്നെ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാറിന് ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. കാരണം ഇത് മാത്രമല്ല സംഭവിച്ചിട്ടുള്ളത്. കാരണം മലപ്പുറത്ത് സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള യോഗത്തിലേക്ക് നരേന്ദ്രമോദിയെ ക്ഷണിക്കുകയും അദ്ദേഹം വരാമെന്ന് സമ്മതം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലേക്ക് ആദ്യമായിട്ട് ഒരു മുസ്ലിം സമുദായ സംഘടനയുടെ യോഗത്തിലേക്ക് വന്ന് സംസാരിക്കുന്ന ഒരു ആദ്യത്തെ ചടങ്ങായിരിക്കും അത്. പ്രധാനമന്ത്രി വന്ന് സംസാരിക്കുന്നത് എന്നുള്ളതിലൊന്നും നമുക്കൊരു തർക്കമില്ല. ഈ സമസ്തയെക്കുറിച്ച് അറിയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു ആത്മീയമായ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെച്ച് അവരൊന്ന് പിളർന്നിരുന്നിട്ടാണ് EK സുന്നി വിഭാഗക്കാർ എന്ന് പറയുന്ന ഒരു EK സുന്നിയായിട്ടും അതുപോലെ AP സുന്നി വിഭാഗം എന്ന് പറയുന്ന ഒരു 2 വിഭാഗങ്ങളായിട്ട് പിളർന്നിരുന്നു. അതിൽ ഏറ്റവും വലിയ ആളുകൾ കൂടെയുള്ളത്, ഫോളോവേഴ്സ് എല്ലാം അണികൾ കൂടെയുള്ളത് EK സുന്നിക്കാരോടൊപ്പമാണ്. പക്ഷേ എങ്കിലും തരക്കേടില്ലാത്ത ഒരു സംഖ്യ യഥാർത്ഥത്തിൽ അംഗങ്ങൾ തന്നെ ഒരു വലിപ്പം തന്നെ ഈ പറഞ്ഞ പോലെ AP അബൂബക്കർ മുസ്ലിയാറിൻ്റെ കീഴിലുള്ള AP സുന്നി വിഭാഗക്കാർക്കൊക്കെ ഉണ്ട്. അവരറിയപ്പെടുന്നത് തന്നെ അരിവാൾ സുന്നികൾ എന്നുള്ള മട്ടിലാണ്. കാരണം അവർക്ക് പൊതുവെ CPM-നോടും ഇടതുപക്ഷത്തോടുമൊക്കെയാണ് അടുപ്പം കൂടുതൽ. ഇപ്പോൾ ഈ ബോഡി വേസ്റ്റാണ് നബിയുടെ മുടി എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കാന്തപുരവുമായിട്ട് വളരെ നല്ല ബന്ധം, ഊഷ്മളമായ ബന്ധമാണ് പിണറായി വിജയനും ഉള്ളത് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അവരുടെയൊക്കെ പരിപാടികൾക്കെല്ലാം തന്നെ പിണറായി വിജയനെ പ്രസംഗിക്കാൻ വിളിക്കുകയും അദ്ദേഹം ചെന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് സമുദായാംഗങ്ങൾ കൂടി വലിയ ഫെമിലിയറായി തീർന്നത് നിമിഷപ്രിയയുടെ കാര്യത്തിൽ അദ്ദേഹം ഇടപെടുകയും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഇദ്ദേഹം നടത്തിയ ശ്രമങ്ങളൊക്കെ തന്നെ ഏതാണ്ട് വിജയമായി തീരുകയോ ഒക്കെ ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടതിനോട് അനുബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും ഇദ്ദേഹത്തിൻ്റെ കേരളീയ സമൂഹത്തിലുള്ള വലിയ പ്രാമുഖ്യവും ഒക്കെ തന്നെ കൂടിയിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തതിൽ നമ്മൾ അതിശയിക്കാനൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്. അന്ന് അദ്ദേഹത്തിന് ഇപ്പോൾ 94 വയസ്സായി. കൂടാതെ ഈ സമസ്തയുടെ ഒരു ചരിത്രം തന്നെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ സമസ്തയിൽ യഥാർത്ഥത്തിൽ അവർ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചിട്ടുള്ള ആളുകളാണ്. അവർ സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ തന്നെ എല്ലായ്പ്പോഴും ഈ പ്രത്യേകിച്ചും ഈ പറഞ്ഞ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരും അതുപോലെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ പലപ്പോഴും അധികാര കേന്ദ്രങ്ങളോട് വളരെ ഒരു സമരസപ്പെട്ടുകൊണ്ട് അവരോട് യോജിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സമസ്തയുടെ പല പഴയ നേതാക്കന്മാരൊക്കെ തന്നെ ഖാൻ ബഹാദൂർ പട്ടം എന്ന് പറയുന്ന പട്ടമൊക്കെ തന്നെ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സ്വാതന്ത്ര്യ സമരത്തെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ എതിർക്കുകയാണ് അവരിൽ മഹാഭൂരിപക്ഷം പേരും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും അധികാര സ്ഥാനങ്ങളോട് യോജിച്ച് നിന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ് അവർക്കുള്ളത് എന്നുള്ളത് നിങ്ങൾ കാണണം. അതുകൊണ്ട് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സാധാരണ ഇപ്പം നേരത്തെ നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമിക്കാർ RSSൻ്റെ നേതാക്കളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ചർച്ചയൊക്കെ നടത്തിയത്
പിന്നീട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. കാരണം അല്ലാതെ നേരിട്ട് വന്നവർ പുറത്തു പറയുകയോ തുറന്ന് ഇതുപോലെ ചിത്രങ്ങൾ പുറത്തുവിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം RSSന്റെ ഒരു ന്യൂനപക്ഷങ്ങളിലേക്കുള്ള ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അത്തരം ചർച്ചകൾ നടത്തിയിരുന്നു എന്നൊക്കെ തന്നെ നമ്മൾ അറിയുന്നത് പിന്നീടാണ്. പക്ഷേ ഇത് വളരെ ഓപ്പണായി നടന്നൊരു ചർച്ചയാണ്. കാരണം ഇദ്ദേഹം പോലും ഒറ്റക്കല്ലായിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു, അബ്ദുൾ ഹക്കീം അൻസാരി എന്ന് പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന പോലെ മർക്കസിൻ്റെയൊക്കെ ഡയറക്ടറായിട്ടുള്ള ആളടക്കം കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പേരോട്ട് അബ്ദുറഹ്മാൻ സഖാഫി ഉണ്ടായിരുന്നു. SYSന്റെ പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ ഹക്കീം അസരി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ 4-5 പേരുടെ സംഘമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടത്. നരേന്ദ്രമോദി ഇരിക്കുന്ന അതേപോലെ തന്നെ ഒരു ചെയറിൽ, ഈക്വൽ ആയിട്ടുള്ള ചെയറിൽ ഇരുത്തിക്കൊണ്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമായിരുന്നു എന്നുള്ളത് നിങ്ങൾ മറന്നുകൂടാ. പിന്നെ ഇത് കൂടാതെ ഇതിനു മുമ്പ് ഇദ്ദേഹം നിരവധി തവണ പലപ്പോഴും പ്രധാനമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് തെറ്റ് പറയാനില്ല. കാരണം അദ്ദേഹം കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അവരുമായിട്ട് ഡയലോഗ്സ് ഒക്കെ ഉണ്ടാകുന്നത് കറക്റ്റാണ്. അല്ലാതെ അതിൽ ഇപ്പം ചില തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിലൊന്നും വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അത്തരത്തിലുള്ള ഡയലോഗ്സ് ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ല കാര്യമാണ്. ഇത് ആദ്യമായിട്ടല്ല ഇതൊക്കെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപത്തിന് ശേഷമാണെന്നാണ് എൻ്റെ ഓർമ്മ. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ഗുജറാത്തിലെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ, ആ കലാപത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ഇത് അവിടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന്, അതായത് ഗുജറാത്ത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് 5 കോടി രൂപ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് 5 കോടി രൂപ ഈ പറയുന്ന AP ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടന വാങ്ങിക്കുകയും അവിടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ മുസ്ലിം സമുദായാംഗങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസം കിട്ടുന്നില്ല, അവർ വലിയ പരാധീനതകളിലാണെന്ന് പറയും. ഗവൺമെൻറ് തന്നെ ഈ സംഘടനയെ അതിനുവേണ്ടി ഏൽപ്പിക്കുകയും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ തന്നെ നേരത്തെയുള്ള കോഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചുരുക്കം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ വളരെ സത്യസന്ധമായ ഒരു കാര്യം മനസ്സിലാക്കണം. AP ഉസ്താദ്, കാന്തപുരം AP ഉസ്താദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഹൈ നെറ്റ്വർത്ത് ഉള്ള ഒരു ഗ്രൂപ്പാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ള ഒരു നെറ്റ്വർത്ത്, വലിയ അസറ്റുള്ള ഒരു ഗ്രൂപ്പാണ്. ഒരു 5000 കോടി രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അസറ്റുള്ള, അതിനനുസരിച്ച വരുമാനം എല്ലാ കൊല്ലവും കിട്ടുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം അവർക്ക് വലിയ തോതിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യ മുഴുവനുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് കാശ്മീർ മുതൽ കേരളം വരെ നമ്പർ ഓഫ്, നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്കൂൾ മുതൽ റിസർച്ച്, ഈ പറയുന്ന പോലെ റിസർച്ച് നടത്തുന്ന സ്ഥാപനങ്ങൾ വരെയുള്ള വലിയ സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണത് എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. കൂടാതെ അവരുടെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ നിരവധി ഫണ്ടുകൾ വിദേശത്ത് നിന്നടക്കം മറ്റു പല ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ വരുന്നതാണ്. കൂടാതെ ഗ്ലോബൽ ഫണ്ടിങ് നടക്കുന്നുണ്ട്. പല പ്രൊജക്റ്റുകളും തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഒക്കെ തന്നെ ഗ്ലോബൽ ഫണ്ടിങ്ങിൽ നിന്നാണ്, കോൺട്രിബ്യൂഷനിൽ നിന്നാണ്. പെർട്ടിക്കുലർലി ഗൾഫ് കൺട്രീസിൽ നിന്നും മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫണ്ടുകൾ മേടിക്കുകയും വലിയ കോടിക്കണക്കിന് രൂപയുടെ മേടിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും തന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി, വേറെ ഏതെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നരേന്ദ്രമോദിയോടും BJP ഗവൺമെൻറ്റിനോടും ഒന്നും എതിരിട്ട് നിൽക്കൽ അസാധ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കൂടാതെ ഇതിൽ നമുക്ക് തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന പുതിയൊരു പ്രൊജക്റ്റ് ഇപ്പോൾ കൈതപ്പോയിൽ വരുന്നുണ്ട്. അവിടെ തന്നെ നിങ്ങൾ അറിയേണ്ടത് 125 ഏക്കറിലാണ് ആ പ്രൊജക്റ്റ് വരുന്നത്. അതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പല ഇറഗുലാരിറ്റീസും ഉണ്ടെന്നുള്ള ചില പ്രചരണങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. 100 ബെഡിൻ്റെ ഒരു ഹോസ്പിറ്റലാണ് അവിടെ വരുന്നത്. അതുപോലെ IT പാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 150-ലധികം ഷോപ്പുകൾക്കുള്ള സൂക്ക് അവിടെ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സോണുകൾ, അത് അക്കാഡമിക്സിനും അതുപോലെ തന്നെ റെസിഡൻഷ്യലും ആയിട്ടുള്ള സോണുകൾ വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുകയും ആ പ്രൊജക്റ്റുകളിൽ പലപ്പോഴും മറ്റു പല വിദേശ പാർട്ണർഷിപ്പുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ മർക്കസ് എന്ന് പറയുന്നതും AP ഉസ്താദ് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു 5000 കോടി രൂപയെങ്കിലും അസറ്റുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ടോ BJPയുമായിട്ടോ എതിരിട്ട് നിൽക്കൽ എന്നൊക്കെ ഉള്ളത് ഏറെക്കുറെ അസാധ്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അതിനിടയിലൂടെയും അദ്ദേഹം ഒരു സൊസൈറ്റിക്കും അതുപോലെ തൻ്റെ സമുദായത്തും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള നിരവധി കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മളില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതാണ് യഥാർത്ഥ വസ്തുത. പക്ഷെ എപ്പോഴും ഇതൊക്കെ ആളുകൾ ചർച്ച ചെയ്യാതിരിക്കുന്നു. ഞാനിപ്പോൾ ജോയിൻ ദ സ്റ്റോറി എന്ന് പറയുന്ന ചാനലിൽ MB ബഷീറും ശങ്കരനും കൂടിയിട്ടുള്ള ചർച്ചയും മറ്റു പല ചാനലുകളിലെ ചർച്ചകളും ഒക്കെ ഞാൻ നിരവധി കണ്ടു നോക്കി. പക്ഷെ അതിനകത്തൊന്നും ഈ സത്യം ആരും പറയാതിരിക്കുകയും പകരം പലപ്പോഴും മറച്ചു വെച്ച പല കാര്യങ്ങളും വെച്ചുകൊണ്ട് വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രം സ്വീകരിക്കുകയും ചെയ്യുകയാണ്. പിന്നെ
യഥാർത്ഥത്തിൽ ഇതിനെ എതിർക്കുന്ന ആളുകളൊക്കെ തന്നെ ഈ മുസ്ലിം സമുദായത്തിനകത്ത് പല തീവ്ര നിലപാടുകൾ എടുക്കാൻ നോക്കുകയും മതരാഷ്ട്രവാദമൊക്കെ ഉന്നയിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അവരുടെ ഒന്നും വാക്കുകളൊന്നും കേൾക്കേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായിട്ട് അദ്ദേഹം ഒരു കേരള യാത്ര നടത്തിയിരുന്നു. ആ കേരള യാത്ര നടത്തിയപ്പോൾ കിട്ടിയിട്ടുള്ള നിരവധി വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇന്ത്യ രാജ്യത്ത് അവർക്കുള്ള ചില കൺസേണുകളും ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഡയലോഗുകളൊക്കെ എന്തായാലും ഉണ്ടാകട്ടെ. പക്ഷേ ഇത്തരത്തിലുള്ള ചില പരിമിതികളുമൊക്കെ കാന്തപുരം AP ഉസ്താദിനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം എന്ന് മാത്രം.